നമ്മളെ വെളിച്ചെണ്ണ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി കരിവേപ്പിലൊക്കെ നന്നായിട്ട് വാടി ഒരു റെഡ് കളറായിട്ട് വരും. നാളത്തേക്കായിരിക്കും കൂടുതൽ റെഡ് കളറായിട്ട് വരിക. അപ്പം ഇതാക്കണ്ട നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ എല്ലാവരെ പോലെ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കണതൊന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പം ഇത് പിന്നെ നിങ്ങളടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ബാക്ക് ക്യാമറ ആക്കി പിടിച്ചിരിക്കുന്നത്, ഫേസ് കാണിക്കാതെ. അപ്പം ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളടുത്ത് കാണിക്കാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം എടുക്കലും വാങ്ങലും ഉണ്ടാക്കലൊക്കെ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്ത് ഉലുവ, ഉലുവ ഉണ്ടോ കിടപ്പുണ്ട്, നന്നായിട്ടൊന്ന് വേവണം ഉലുവ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സവാളയുടേതും കൂടെ ഞെരിഞ്ഞ് ഒരു പാകമായി വരും. എല്ലാം കൂടെ നമ്മൾ നാളത്തേക്ക് നല്ല റെഡ് കളറായിരിക്കും. ഇന്നത്തേക്ക് ആയിട്ടില്ല, റെഡ് കളേഴ്സൊന്നും ആയിട്ടില്ല. ഏകദേശം ഒരു കളറൊക്കെ ഇങ്ങനെ മങ്ങി വരുന്നേ ഉള്ളൂ. കുറച്ച് ടൈം പിടിക്കും. അപ്പം നമുക്ക് ഇതിനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. എന്നാലേ ഈ ഒരു പാകമായി കിട്ടുള്ളൂ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഹെയറിൻ്റെ പ്രശ്നമോ കൊഴിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു പിടി കരിവേപ്പിലയും 2 സ്പൂൺ ഉലുവയും ഒരു കഷ്ണം സവാളയുടെ വലിയ പീസ് എന്നെ മുറിച്ചിട്ടോളൂ. കാരണം എന്ന് വെച്ചാൽ അത് ഞെരിയും കണ്ടോ, ഞെരിഞ്ഞിട്ടുണ്ട്, ഞെരിഞ്ഞ് പാകമായി വരും. അപ്പം എന്നിട്ട് അതെല്ലാം ചീഞ്ചട്ടിയിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ നമ്മുടെ പാകത്തിന് എത്രയാണോ നമ്മൾ കരിവേപ്പിലയും ഉലുവയും ഒക്കെ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇത് മുങ്ങാൻ പാകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല, കൈ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെ നിർബന്ധമില്ല. പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്താണ്, എൻ്റെ ഒരു കസിൻ റിക്വസ്റ്റ് ചെയ്താണ് എനിക്കും കൂടെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് 7 ദിവസത്തിനുള്ളിൽ മുടി വളരെ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നേ ഇല്ല. ഇതുകൊണ്ടൊന്നല്ല ഇങ്ങനെ മുടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എല്ലാ സത്യത്തിൽ ഈ ഹെയർ ഓയിലിനെ യൂസ് ചെയ്തതാണ്. കണ്ടോ, ഒരു കളർ ചേഞ്ച് കാണുന്നുണ്ടോ നിങ്ങൾ കരിവേപ്പിലിൻ്റെ? നാളത്തേക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കളറ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മുടി കൊഴിച്ചിലോ താരനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കി നോക്കുക. ഒട്ടും ബുദ്ധിമുട്ടില്ല. ഒരു പിടി കരിവേപ്പിലയും 2 സ്പൂൺ ഉലുവയും ഒരു കഷ്ണം സവാളയും കൂടെ കഷ്ണം മുറിച്ചിട്ട് കണ്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, മുങ്ങാൻ ഭാഗത്തായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ഈ ഉള്ളിയും കരിവേപ്പിലയൊക്കെ ഒരു ഞെരിഞ്ഞ് വരുന്ന ഒരു പാകമായി വരുമ്പോൾ നമ്മൾ എന്തായാലും സിമ്മിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. സിമ്മിലേക്ക് ആക്കി വയ്ക്കാം. പിറ്റേന്നാണ് ഇന്നാണ് ഉണ്ടാക്കിയിട്ട് നാളെയാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പം നന്നായിട്ട് തണുത്തുണ്ടാവും. തണുത്തതിന് ശേഷം ഈ കാണുന്ന കരിവേപ്പിലിൻ്റെ എല്ലാം കൂടെ പീഞ്ഞ് ചണ്ടിയെല്ലാം വേറെയാക്കി അരിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലാസ്സിൻ്റെ കുപ്പി തന്നെ എടുക്കുക. പ്ലാസ്റ്റിക് കുപ്പിയൊന്നും എടുക്കരുത്. അങ്ങനെ ആവുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉരുകി പോവില്ലേ. പിന്നെ മാത്രമല്ല പ്ലാസ്റ്റിക്കിനെക്കാട്ടും നല്ലതും കുപ്പിയാണ് ഇതിലാക്കി വെക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ആർക്കെങ്കിലും ഇതുപോലെ മുടി കൊഴിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടായിരിക്കും ഉണ്ടാവുക. 7 ദിവസത്തിനുള്ളിൽ മുടി തീർച്ചയായിട്ടും വളരും.
എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്, ഡ്രീംസ്.